അസ്സലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ് ആക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ അവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നിട്ട് മാത്രമേ ഞാൻ അയക്കുന്നതിൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പാഷൻ ഫ്രൂട്ട് ഇതുപോലെ മുറിച്ച് ഇതിൻ്റെ ഉള്ളിലെ കുരുകളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കംപ്ലീറ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തായിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ 6 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം ഇതൊരു ജാറിലേക്ക് അരിച്ചു മാറ്റാം. അരിച്ചെടുത്ത പഞ്ചസാര സിറപ്പിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് സിറപ്പ് എടുത്ത് വെള്ളവും സോഡയും ഉപയോഗിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.